സുഹൃത്തുക്കളെ, ഓൾവേസ് മുത്തു ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിന്നിവിടെ നമ്മളെ പാലം ഉദ്ഘാടനത്തിന് വേണ്ടി വന്നതാണ്, തൂക്കുപാലം. അപ്പോഴേ നമ്മളെ ഈ പറക്കും കുതിര ഇങ്ങനെ മൂന്ന് വഞ്ചി ഇവിടെ ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കും ചെയ്യുക, വഞ്ചിയുടെ വീഡിയോ എടുക്കുകയും ചെയ്യുക. അപ്പോൾ ഇവിടെ ക്ലബിൽ അതിനുള്ള അംഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അംഗങ്ങൾ അതിലൊരാളെ 1-2 പേര് നമ്മളെ കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞിരിക്കുന്നു. അതാണ് സംഭവം. അപ്പോൾ അതിങ്ങനെ എടുക്കുന്നതാണ്. അപ്പോൾ മൂപ്പരതിനെ പറ്റി സംസാരിക്കും. സുഹൃത്തുക്കളെ, പറക്കും കുതിരൻ്റെ ലീഡിങ് ക്യാപ്റ്റൻ അസ്രഫ് ഖാനോട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. അപ്പോൾ അസ്രഫ് ഖാനെ നമുക്കൊന്ന് കാണാം. ഓക്കെ, ശരിയാ. അപ്പോൾ അസ്രഫ് ഖാ, എന്താണ് വിശേഷങ്ങളൊക്കെ? സുഖല്ലേ? ഇപ്പോൾ പറക്കും കുതിരയിലത്തെ ആരാണ് നിങ്ങൾ? ഞാനിപ്പോ നിലവിൽ ലീഡിംഗ് ക്യാപ്റ്റൻ ആയിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വെള്ളംകളി ഇപ്പം എന്താണ്? പഴയ തുഴക്കാരനായിരുന്നു. ഇപ്പൊ നിലവിൽ ലീഡിംഗ് ക്യാപ്റ്റനാണ്. കുട്ടികൾക്കുള്ള എല്ലാ പ്രോത്സാഹനങ്ങളും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പം പഴയ ഒരു പറക്കും കുതിര ഉണ്ടല്ലോ, അതെ. അത് കൂടാണ്ട് ഇപ്പോൾ എന്താണ് പുതിയൊരു പറക്കും കുതിര? പഴയ പറക്കും കുതിര എന്ന് പറഞ്ഞിട്ട് അങ്ങനെയല്ല, പറക്കും കുതിരയേ ഉള്ളൂ. ആ പറക്കും കുതിര തന്നെയാണ് നിലവിൽ ജേതാവ്. വേറൊരു 1982 നിലവിലുള്ള ഈ പറക്കും കുതിര ഇവിടെ ബിയങ്കായലിൽ മത്സരത്തിനായിട്ട് എത്തി. അന്ന് മുതൽ തുടർച്ചയായിട്ട് 8 തവണ ട്രോഫി കരസ്ഥമാക്കിയിട്ടുണ്ട്. 8 തവണ ഒരു അഡീഷണൽ വള്ളംകളി എന്നുള്ള നിലയ്ക്ക് ഒരു പ്രാവശ്യം ഒരു വള്ളംകളി ഇവിടെ നടന്നു. അതിലാണ് ആദ്യമായിട്ട് പരാജയം ഏറ്റുവാങ്ങുന്നത്. പിന്നീടും ഒരുപാട് വിജയങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. നിലവിലെ ബിയങ്കായലിലെ ടൂറിസം ജലോത്സവവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വള്ളംകളിയിലെ ജേതാക്കളാണ് നിലവിൽ പറക്കും കുതിര. കഴിഞ്ഞ തവണ നമ്മുടെ വെള്ളത്തിന് 44 വർഷത്തോളമായിട്ട് അതിൻ്റെ പഴക്കം വന്നപ്പോൾ നിലവിൽ പറക്കും കുതിര എന്നുള്ള പഴയ വെള്ളത്തെ മാറ്റിയിട്ട് പുതിയ വെള്ളം നിർമ്മിക്കുകയും പറക്കും കുതിര എന്നുള്ള പേരിൽ തന്നെ ഇറങ്ങിയിട്ട് തിരിച്ച് ട്രോഫി കരസ്ഥമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏത് പുതിയ പറക്കും കുതിര? പുതിയ പറക്കും കുതിര. അന്ന് പഴയ പറക്കും കുതിര കയറ്റി വെച്ച് ഇല്ല. പഴയ പറക്കും കുതിര നമ്മുടെ നാട്ടിൽ തന്നെ വേറെ കുറച്ച് പിള്ളേർ പുറക്കാർ കുട്ടികൾ ലെജൻഡ് പറക്കും കുതിര എന്നുള്ള പേരിൽ അന്ന് സെക്കൻഡാ? ഇല്ല, സെമി ഫൈനലിസ്റ്റ് ആയിരുന്നു. ഓക്കെ, ഫൈനലിലെത്തി. സെമി ഫൈനലിലെത്തിയില്ല. പിന്നെ ജൂനിയർ ഉണ്ടല്ലോ, ഒന്ന് ജൂനിയർ പറക്കും കുതിര. ഞങ്ങൾ നിലവിൽ ക്ലബിന് 3 വള്ളങ്ങളുണ്ട്. 3 വള്ളങ്ങളിൽ ജൂനിയർ, അതുപോലെ തന്നെ ലെജൻഡ്. കഴിഞ്ഞ വർഷം ജൂനിയർ ജയിച്ചല്ലോ അല്ലേ? ഇല്ല, കഴിഞ്ഞ പ്രാവശ്യം ജൂനിയർ ഞങ്ങൾ മത്സരത്തിൽ പങ്കെടുത്തിട്ടില്ല. ഓക്കെ. അപ്പോൾ ഈ വർഷം അപ്പോൾ 2 വെള്ളം നീറ്റിലിറങ്ങും. ഇല്ല, ഈ വർഷം ഞങ്ങൾ ഇവിടുത്തെ ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടിട്ട് വള്ളംകളി കുറച്ച് ചെലവ് ചുരുക്കിയിട്ടുള്ള രീതിയിലാണ് നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഒരു വള്ളത്തെ പങ്കെടുപ്പിക്കുന്നുള്ളൂ. പറക്കും കുതിര നിലവിലെ ജേതാവായിരിക്കുന്ന പറക്കും കുതിരയാണ് ഇപ്രാവശ്യം നിലവിലെ ജേതാവായിരിക്കുന്ന നമ്മളെ പഴയ പറക്കും കുതിരയാണ് ഇക്കുറി നീറ്റിലിറങ്ങുന്നത്. പുതിയത് കഴിഞ്ഞ വർഷത്തെ ജേതാവായ പറക്കും കുതിര, അതായത് ലെജൻഡ് പറക്കും കുതിര ഇപ്രാവശ്യത്തെ വള്ളങ്ങളിൽ പങ്കെടുക്കുന്നില്ല. ജൂനിയറും ഇല്ല. കാരണം വള്ളംകളി ഇപ്രാവശ്യം ടൂറിസം വാരാഘോഷവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വള്ളംകളി അല്ല, ക്ലബ്ബ് ജനകീയ വള്ളംകളിയാണ് വരുന്നത്. അതിന്റെ ആദ്യത്തെ ട്രോഫിയാണ്. അതിന് പ്രാഥമിക കളിയിൽ തന്നെ ഞങ്ങൾക്ക് ജേതാവാകണം എന്നുള്ള കഠിന പ്രയത്നത്തിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത വർഷം നമുക്ക് വളരെ ഗംഭീരമായിട്ട് ബിയങ്കായലിൽ എല്ലാ വെള്ളത്തെയും ഈ ടൂറിസ്റ്റ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ എല്ലാ വെള്ളത്തും നിങ്ങൾക്ക് കാണാം. ഇവിടെ നടന്ന എല്ലാ വള്ളംകളിയും അത്യധികം ഉത്സാഹത്തോട് കൂടിയിട്ട് തന്നെയാണ് ഞങ്ങൾ എല്ലാ കൊല്ലം പങ്കെടുക്കാറുള്ളത്. ഇനിയും വരുന്ന വർഷങ്ങളിൽ നമുക്ക് ബിയങ്കായലിൽ എല്ലാ വർഷം പറക്കും കുതിരയാണ് എപ്പോഴും ജയിക്കുക എന്നുള്ളൊരു എല്ലാവരും സംഭവമാണ്. പല വള്ളങ്ങളും ജയിച്ചു പോയിട്ടുണ്ട്. പക്ഷെ കണ്ടിന്യൂ ആയിട്ട് പല ഇടവിട്ട ഏറ്റവും കൂടുതൽ ട്രോഫി എടുത്തത് പറക്കും കുതിരയാണ്. അത് 22 വർഷത്തോളം ഈ ട്രോഫി ന്യൂ ടൂറിസ്റ്റിന്റെ പേരിൽ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് പറക്കും കുതിരയിലൂടെ. ഓക്കെ, താങ്ക് യു അസ്രഫ് ഖാ. ഈ വരുന്ന സെപ്റ്റംബർ 17 ചതയം നാളിൽ ബിയങ്കായലിൽ വെച്ച് നടക്കുന്ന ആദ്യത്തെ ജനകീയ ട്രോഫിക്ക് വേണ്ടിയുള്ള മത്സരം കാണാം. എല്ലാവരെയും ബിയങ്കായലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ പറക്കും കുതിരയെ വിജയത്തിനായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക. നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനം ഞങ്ങൾക്ക് വേണം. അത് പ്രതീക്ഷിച്ചുകൊണ്ട് താങ്ക് യു. വെള്ളംകളിയുടെ ആരവത്തിൽ നിൽക്കട്ടെ.
പറക്കുംകുതിരൻ്റെ പങ്കായക്കനെ നമ്മളോട് ഒന്ന് സംസാരിക്കുന്നുണ്ട്. എന്താ പേര് നിങ്ങളെ? ഫൈസൽക്കാരനോട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം കേട്ടോ. ഇതാണ് നമ്മളെ പറക്കുംകുതിരൻ്റെ പിന്നെ പങ്കായക്കാരൻ. അപ്പോൾ ഇപ്പോഴത്തെ പങ്കായക്കാരൻ അല്ലേ? എത്ര വർഷമായി? ഞാൻ കളിയിൽ വർഷങ്ങളായി. പങ്കായക്കാരനായിട്ട് ആദ്യമായിട്ട് കയറി. പങ്കായ ആദ്യമായിട്ട് കയറി. അപ്പോൾ എന്തായാലും വിജയം ഉണ്ടാവട്ടെ. അപ്പോൾ എന്താണ് നിങ്ങളൊക്കെ അഭിപ്രായങ്ങളൊക്കെ? ഈ വർഷം നമ്മുടെ നാട്ടിൽ വെറും നാട്ടുകാർ മാത്രം പങ്കെടുക്കുന്ന, നാട്ടുകാർ സംഘടിപ്പിക്കുന്ന ഒരു വള്ളംകളിയാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ വള്ളം പങ്കെടുക്കുന്നുണ്ട്. ഞങ്ങൾ എന്തായാലും കപ്പടിക്കുന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ് ഈ വർഷം നമ്മൾ കായലിൽ ഇറങ്ങുന്നത്. തീർച്ചയായിട്ടും കപ്പടിക്കും. ഈ വർഷം എല്ലാവരും നാട്ടുകാരാണ്. വയനാട്ടിലെ ദുരന്തം കാരണം എല്ലാവരും വള്ളംകളി അതുകൊണ്ടാണ് മാറ്റി വെച്ചത്. ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഇവിടുത്തെ എല്ലാ ബോട്ട് റേസിംഗ് കമ്മിറ്റി മൊത്തത്തിൽ എല്ലാ വള്ളങ്ങളുടെയും പ്രതിനിധികൾ കൂടിയിട്ട് സംഘടിപ്പിക്കുന്ന ഒരു ജലോത്സവമാക്കി മാറ്റി. ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഫണ്ട് ഇല്ലാതായി. ജലോത്സവം നിന്ന് പോകരുത് എന്നുള്ള ഒരു ഇതിന്റെ പേരിലാണ് നമ്മൾ ഈ കളിക്ക് ഇറങ്ങുന്നത്. അപ്പോൾ അതിൻ്റെതായ കുറവുകളും പരിമിതികളും ഒക്കെ ഉണ്ടെങ്കിൽ കൂടെ വളരെ ആഘോഷപൂർണ്ണമായിട്ടാണ് നമ്മൾ ഈ കളി നടത്തും. അതിൽ നമ്മൾ കപ്പടിക്കും. എന്തായാലും കപ്പടിക്കട്ടെ എന്ന് ഞാനും കൂടി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ഓക്കെ. ഹലോ അനസ്. അനസ് എന്നല്ലേ പേര്? അപ്പോൾ പറക്കുംകുതിര വഞ്ചിൻ്റെ മറ്റേ ക്യാപ്റ്റനാണ് അല്ലേ? ഈ വർഷമാണ് അതിൻ്റെ മുന്നേ കഴിഞ്ഞ ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ എന്താണ് നിങ്ങളെയൊക്കെ ആഗ്രഹം? കപ്പടിക്കണം. അതിയായ ആഗ്രഹമുണ്ട്. അപ്പോൾ കപ്പടിക്കുന്നുള്ള ഒരു സന്തോഷത്തിലാണ് ഇപ്പോൾ എല്ലാവരും അല്ലേ? അപ്പോൾ കപ്പടിക്കട്ടെ എന്ന് ഞാനും കൂടി പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. ഇതിപ്പോൾ തുഴച്ചിലിൻ്റെ മുന്നോടിയായിട്ട് എല്ലാവരും ഒരു 10 മിനിറ്റ് എക്സസൈസാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞാൽ തുഴയാനുള്ള എല്ലാവരും കുതിര വെള്ളം അഡ്വക്കേറ്റ് സിന്ധു മാഡം വന്നിരിക്കുന്നു. അതുപോലെ തന്നെ മാർജേരി പഞ്ചായത്ത് പ്രസിഡന്റ് ബീന ടീച്ചർ ഇവിടെ എത്തിയിരിക്കുന്നു.
പിന്നെ വേറെ 1-ാം വാർഡ് മെമ്പർ ബൽക്കീസ് ഇവിടെ എത്തിയിരിക്കുന്നത്. എല്ലാവരും ഇവിടെ സന്ദർശിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. അപ്പോൾ അവരോട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഒന്ന് ചോദിച്ചറിയാം. ഓക്കെ, ഇത് നമ്മൾ ജമാൽക്കാണ്, മുൻ പഞ്ചായത്ത് മെമ്പറാണ്. മൂപ്പരും ഇവിടെ അവരെ കൂടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ മാർജരി പഞ്ചായത്തിൻ്റെ ഈ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട ടൂറിസം ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ബ്ലോക്കിൻ്റെ പ്രസിഡന്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യും, സംസാരിക്കും. അതോടൊപ്പം മാർജരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും നമ്മുടെ കാഞ്ഞിരമുക്ക് പ്രദേശത്തെ പുളിക്കക്കടവ് മുതലുള്ള ഈ ടൂറിസ്റ്റ് കേന്ദ്രത്തെ അത് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് അവരോടൊന്ന് സംസാരിക്കുക. ഹലോ, ഗുഡ് ഈവനിങ് മാഡം. ഗുഡ് ഈവനിങ്. എൻ്റെ പേര് സിന്ധു. എവിടെയാണ്? ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഓരോ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വെറുതെ ഒന്നും കിടന്ന് തൂക്കുപാലം മുനിസിപ്പാലിറ്റി അത് റിപ്പയർ ചെയ്ത് ഉദ്ഘാടനം കഴിഞ്ഞു. ഇന്നിപ്പോൾ അത് സമർപ്പിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വെറുതെ ഒന്ന് ഈ സ്ഥലത്തേക്ക് ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ വള്ളംകളി ഇതിപ്പോൾ നമ്മൾ ഈ ക്ലബ്ബ് അടിസ്ഥാനത്തിലാണ് നടക്കുന്നത്. ഈ വർഷം നിങ്ങൾ ഗവൺമെന്റ് ഒന്നും ഇതിൽ ഉത്തരവാദിയല്ല. ഗവൺമെന്റ് എല്ലാ ഓണാഘോഷ പരിപാടികളും ഇപ്രാവശ്യം റദ്ദാക്കിയിരിക്കുന്നു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അത് നടത്തണ്ട എന്ന് സംസ്ഥാന തലത്തിൽ തന്നെ തീരുമാനമായിട്ടില്ല. എങ്കിൽ കൂടിയും ഇല്ല, ഇപ്പം ഞങ്ങൾ ഇപ്പോൾ വന്നത് ഈ സ്ഥലം ഒന്ന് വെറുതെ നോക്കാനും നമ്മളെ നാട്ടിലെ ഏറ്റവും ഭംഗിയുള്ള ആളുകൾക്ക് വരാനും കാണാനും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ വർഷം അവര് നല്ല അധികൃതമായിട്ട് നടത്താനുള്ള പരിപാടിയാണ്. അതെ, അത് അവരുടെ ഒരു ആഘോഷമാണ്. അവരെ ആഘോഷമാണ്, നിർത്തിവെക്കാൻ അവർക്ക് തോന്നുന്നില്ല. ഗവൺമെന്റിന് ഔദ്യോഗികമായി ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അത് ചെയ്യാൻ നമ്മുടെ ക്ലബ്ബുകാരൊക്കെ വളരെ സജീവമായിട്ടുണ്ട്. അവര് ഓരോ വർഷവും ഈ പ്രവർത്തനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവരവരുടെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകട്ടെ, ആശംസകൾ. മീന ടീച്ചറെ രണ്ട് വാക്ക് സംസാരിക്കാനായിട്ട്. നമ്മുടെ മുനിസിപ്പാലിറ്റി നമ്മുടെ തൂക്കുപാലം വർക്ക് കഴിഞ്ഞിട്ടൊന്ന് നാടിന് സമർപ്പിച്ചത് കൊണ്ട് സ്ഥലം ഒന്ന് സന്ദർശിക്കാൻ വന്നതാണ്. അപ്പോഴാണ് നമ്മുടെ ഇവിടുത്തെ ക്ലബ്ബുകാർ ഇവിടെ പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് കണ്ടത്. അപ്പോൾ അവരുടെ അടുത്തുനിന്ന് വന്നു, പ്രദേശത്തുനിന്ന് വന്നു. ഓക്കെ, എന്തായാലും നമ്മളുടെ ജലോത്സവത്തിൽ പങ്കെടുക്കുന്ന ക്ലബ്ബുകാർക്കൊക്കെ തന്നെ ആശംസകൾ അറിയിക്കുകയാണ്. താങ്ക് യു. ഇവിടെ ഇപ്പോൾ വേറെയും വള്ളങ്ങൾ മറ്റേ പരിശീലനം നടത്തുകയാണ്. ജില്ലറാണിയാണ് പോകുന്നത്. പിന്നെ ഇപ്പോൾ നമ്മളെ പറക്കുകുതിര ഇവർ എക്സസൈസൊക്കെ ചെയ്ത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അവർ തുഴച്ചിലും കാണാം. ഓക്കെ, അവരുടെ പരിശീലന തുഴച്ചിലും ഇപ്പോൾ ആരംഭിക്കുകയാണ്. ഇവിടെ ആരംഭിക്കാൻ പോവാണ് കേട്ടാ. പറക്കുകുതിരയിൽ ഓരോ ആൾക്കാരും തുഴച്ചിലുകാർ വന്നുകൊണ്ടിരിക്കുകയാണ്. ക്യാപ്റ്റൻ അവർക്ക് ആയിട്ട് നിർദ്ദേശങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മളെ പറക്കുകുതിര ടീം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കൂടാണ്ട് ഇവിടെ ഒരു 5-10 വള്ളങ്ങളിപ്പോൾ പരിശീലനത്തോടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വേറെ വള്ളങ്ങൾ ജില്ലറാണി, അങ്ങനെ പിന്നെ സ്റ്റേജിൻ്റെ ആ ഭാഗത്തുള്ള വെള്ളം, അങ്ങനെ കുറേ വെള്ളങ്ങളിപ്പോൾ ഇങ്ങനെ പരിശീലനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാവരും വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ പറക്കും കുതിര ഇപ്പോൾ റെഡിയായി കൊണ്ടിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ പറക്കും കുതിര തുഴച്ചിൽ ആരംഭിക്കും. നമ്മളെ വീഡിയോ ആരെയും കാണാത്തതുകൊണ്ട് കാണാൻ നമുക്ക് എല്ലാ സപ്പോർട്ടും തരിക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ, ലൈക്ക്, കമൻറ്റ് എല്ലാവരും തരിക. ഓക്കെ, നമ്മളെ പറക്കും കുതിര പുറപ്പെടുന്നത് കാത്ത് എല്ലാവരും അക്ഷമേറി കാത്തിരിക്കുകയാണ്. ഞാനും അവർ പോകുന്നത് കാണാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ഇതാ റെഡി ആയിരിക്കുകയാണ്. ക്യാപ്റ്റൻ്റെ സ്റ്റാർട്ട് പറഞ്ഞാൽ പിന്നെ അതാ പുറപ്പെടാൻ പോവുകയാണ്. അതാ തുഴച്ചിൽ റെഡി അങ്ങനെ നിൽക്കുകയാണ്. ഒരു 30 വർഷം മുന്നേ ഞാനും ഈ തുഴച്ചിൽക്കാരനിൽ ഒരാളായിരുന്നു. ഒരു 5 വർഷം തുടർച്ചയായിട്ട് ഞാനും ഇത് തുഴച്ചിലൊക്കെ നടത്തിയിരുന്ന ആളാണ്. ഇപ്പം നമുക്ക് പ്രായത്തിൻ്റെ ഒരു ഇത് കാരണം ഇപ്പോൾ അതിന് പോകാറില്ല. അപ്പോൾ ഇത് നല്ലൊരു ഇൻട്രസ്റ്റ് ഉള്ളൊരു സംഭവമാണിത്. ഭയങ്കര എന്താ പറയുക,
ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഈ ജലോത്സവം എന്ന് പറഞ്ഞാൽ. അത് ഭയങ്കര ഇഷ്ടമാണ്. വേറെ ഒന്നും ഇഷ്ടമില്ലെങ്കിലും ഇത് ഭയങ്കര ഇഷ്ടം. ഈ തുഴച്ചിൽ പരിശീലനം അതും അതിനും നല്ല ഒരു ഇതാണ്. അത് ഇപ്പോൾ ആ പ്രായം നമുക്ക് അനുവദിക്കില്ല. അതാണ് സംഭവം. അത് പുറപ്പെടാൻ റെഡി ആയിരിക്കുകയാണ്. റെഡി ആയി. അപ്പ് 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 അപ്പ്. സുഹൃത്തുക്കളെ, ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇതുവരെ നമ്മൾ വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. സുഹൃത്തുക്കളെ, ഇനി വള്ളംകളിയുടെ ഫുൾ വീഡിയോ 17-ാം തീയതി ഞാൻ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നതാണ്. ഓക്കെ, അതുവരെ എല്ലാവർക്കും ബൈ ബൈ, സി യു, താങ്ക് യു.